നമസ്കാരം. ചിരിക്കുന്ന മുഖമുള്ള ഒരു നീണ്ട താടിക്കാരൻ ഇന്നലെ താലിബാനിസത്തെ ന്യായീകരിച്ചുകൊണ്ട് ശാന്തമായ സ്വരത്തിൽ സംസാരിച്ചത് പ്രേക്ഷകരൊക്കെ കേട്ട് കാണും. സോഷ്യൽ മീഡിയയിൽ അത് വൈറലായി. മറുനാടൻ എക്സ്ക്ലൂസീവിൽ ആ 12 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന പ്രഭാഷണം കൊടുത്തപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടത്. ആ ചെറുപ്പക്കാരൻ്റെ മുഖത്തെ ഒസാമ ബിൻ ലാദനെ പോലെ ശാന്തതയായിരുന്നു. പലപ്പോഴും നമ്മൾ ഭീകരവാദികൾ എന്ന് പറയുമ്പോൾ അവരുടെ മുഖത്ത് പ്രതിഫലിക്കുന്ന ഒരു ഭീകരതയുണ്ട്. എന്നാൽ ആശയത്തിന് അടിമയായി സലഫിസത്തിന് കീഴടങ്ങി എല്ലാ ഭീകരവാദത്തെയും ന്യായീകരിക്കുന്ന, അതിൽ ആനന്ദം കൊള്ളുന്ന ഒരു യഥാർത്ഥ താലിബാനിസ്റ്റായി മാറിയിരിക്കുകയാണ് ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ ആരാണെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ആ ചെറുപ്പക്കാരൻ അഫ്ഗാനിലെ പുതിയ ഭരണകൂടം മാനവരാശിയുടെ രക്ഷയുടെ സൂചനയായി വ്യക്തമാക്കുന്നു. അദ്ദേഹം പറയുന്നത് അസമത്വമില്ലാത്ത, സാധാരണക്കാരെ പരിലസിക്കുന്ന, മദ്യവും മയക്കുമരുന്നുമില്ലാത്ത ഒരു സമത്വ സുന്ദര ലോകത്തിന്റെ പിറവിയാണ് അഫ്ഗാനിൽ സംഭവിച്ചത്. അതിലെ പ്രധാനപ്പെട്ട ചില വാക്കുകൾ ഒന്നുകൂടി കേൾക്കുക. എത്ര മനോഹരമായിട്ടാണ് താലിബാന്റെ മുന്നിൽ ആ രാജ്യം കീഴടങ്ങുന്നത്, എത്ര മനോഹരമായിട്ടാണ് താലിബാൻ അതിനോട് പ്രതികരിച്ചത്. ഒരു തരത്തിലുള്ള പ്രതിക്രിയയുമില്ല, ഒരു തരത്തിലുള്ള അക്രമവും ഇനി അനുവദിക്കില്ല, യുദ്ധം അവസാനിച്ചിരിക്കുന്നു, ഇനി സമാധാനത്തിന്റെ നാളുകളാണ്, ഒരു തരത്തിലുള്ള പ്രതികാര നടപടികൾക്കും താലിബാൻ മുതിരുന്നില്ല എന്ന് അവർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. എന്തൊരു സുന്ദരമായിട്ടാണ് അവർ അധികാര കൈമാറ്റം നടത്തുന്നത്. അവിടുത്തെ സാധാരണ ജീവിതം എത്ര സുഖകരമായിട്ടാണ് പോകുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ മാധ്യമങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. നമ്മളുടെ മാധ്യമങ്ങൾ കാണുന്നത് എന്തൊരു ശോകമൂഖമായിട്ടുള്ള ഒരു കാഴ്ചയാണിത് എന്നാണ്. പെൺകുട്ടികൾ സ്കൂളിൽ പോകുന്നത് ഒരു പ്രശ്നമില്ലാതെ, ഒരു തരം യുദ്ധക്കെടുതികളും അനുഭവിക്കാതെ വളരെ സാധാരണ രീതിയിൽ അവിടുത്തെ പെൺകുട്ടികൾ സ്കൂളിൽ പോകുന്നത് കാണുമ്പോൾ നമ്മുടെ മുത്തശ്ശി മാധ്യമങ്ങൾക്ക് അത് കണ്ടിട്ട് സഹിക്കുന്നില്ല. അപ്പൊ സത്യത്തിൽ ഇവരുടെ പ്രശ്നം അതൊന്നുമല്ല. താലിബാനോ അതല്ലെങ്കിൽ ഇത്തരത്തിലൊന്നും അവരുടെ മേൽ വെച്ച് കെട്ടിയിട്ടുള്ള കല്ല് വെച്ച നുണകൾ ഒക്കെയാണ് ഇവരുടെ പ്രശ്നം. അതൊക്കെ നുണകളാണ്. ഇവർ മനസ്സിലാക്കുന്നത് താലിബാനെ പോലുള്ള ഒരു നല്ല ഒരു സംഘം, അതായത് നന്മയിൽ അധിഷ്ഠിതമായിട്ടുള്ള മദ്യവും മദിരാശിയും ഒക്കെ വിലക്കുന്ന ഒരു ഭരണകൂടം ലോകത്തുണ്ടാകുക എന്നുള്ളത് അത് ഇവരാരും സഹിക്കുന്നില്ല. കാരണം ലോകം ആ ഘടനയിലാണ്. ലോകത്തിന്റെ സമ്പത്ത് എന്നുള്ളത് പലിശയിൽ അധിഷ്ഠിതമാണ്. ആളുകളെ ചൂഷണം ചെയ്തിട്ടാണ് ലോകം നിലനിൽക്കുന്നത് തന്നെ. പലിശ, ആ പലിശയില്ലാത്ത ഒരു ലോകക്രമം അവിടെ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പലിശയിൽ അധിഷ്ഠിതമായിട്ടുള്ള സമൂഹത്തിന് ഇഷ്ടപ്പെടും. പെണ്ണുങ്ങളെ കച്ചവടച്ചരക്കാക്കിയിട്ട് മില്യൺ കണക്കിന് ഡോളർ ഉണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള താപ്പാനകൾക്ക് അത് ഇഷ്ടാവോ? ഇല്ല. ഇന്നലെ വരെ നികേഷ് കുമാറും ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ പറയുന്നത് ഇത് അവര് ബുർക്ക ധരിക്കുന്നുണ്ടോ ബുർക്ക ധരിക്കുന്നില്ല എന്നുള്ളല്ലോ പ്രശ്നം. ഭദ്രകുമാർ പറഞ്ഞത് താൻ അഫ്ഗാനിസ്ഥാനിൽ, അദ്ദേഹം ഭദ്രകുമാർ എന്നുള്ളത് നയതന്ത്ര വിദഗ്ധനാണ്. അദ്ദേഹം പറഞ്ഞത് താൻ അഫ്ഗാനിസ്ഥാനിൽ പോയിട്ടുള്ള ആളാണ്. അവിടുത്തെ ജനങ്ങൾ, അവിടുത്തെ കൾച്ചർ അതാണ്. 90% വാർത്തകളും കളവാണ്. താലിബാനോടുള്ള നമ്മളുടെ സമീപനത്തിലൊക്കെ മാറ്റം വരുത്തണമെന്നാണ് അദ്ദേഹം ഉപദേശിക്കുന്നത് തന്നെ. പക്ഷെ അതൊന്നും നമുക്ക് ഇഷ്ടമല്ല. കാരണം എന്താ, നമുക്ക് കള്ളും മദിരാശിയും പൊണ്ണും ഈ പലിശയും ഒക്കെ ദേഷ്ടമൊഴുകുന്ന ചൂഷകർക്ക് വളരെ കൈയിട്ട് വാരാൻ, പാവങ്ങളെ അവരുടെ പെരടിക്ക് പിടിച്ച് കൊന്നക്ക് പിടിച്ച് പിഴിഞ്ഞ് സ്വന്തം ആമാശയം വർദ്ധിപ്പിക്കണം, അത് വികസിപ്പിക്കണം എന്ന് ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചത് മദ്യം ഹറാമാണ്, പലിശ ഹറാമാണ്, അല്ലെങ്കിൽ സ്ത്രീകളെ കച്ചവടച്ചരക്കാക്കുന്ന വേശ്യാലയങ്ങൾ തുറക്കുന്നതൊക്കെ. ഈ ചെറുപ്പക്കാരൻ പറയുന്നത് അഫ്ഗാനിൽ സംഭവിച്ചിരിക്കുന്നത് ലോകമെമ്പാടുമുള്ള മുസ്ലിമുകൾ കാത്തിരുന്ന ഒരു സമാധാനത്തിന്റെ ദിവസമാണെന്നാണ്. ആ മനുഷ്യൻ വളരെ ശക്തമായി ന്യായീകരിക്കുന്നു, വിമർശിക്കുന്നവരെ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്നു. എന്നാൽ അദ്ദേഹത്തിന് പറയാൻ ഉത്തരമില്ല. എന്നാൽ എന്തുകൊണ്ടാണ് ഈ സുന്ദര സുരഭിലമായ രാജ്യത്തു നിന്നും ആയിരക്കണക്കിന് ആളുകൾ മരണത്തെ പോലും അതിജീവിച്ചുകൊണ്ട് ഓടിയകലുന്നത്? എന്തുകൊണ്ടാണ് തെരുവിൽ ആളുകൾ വീണു മരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഭീകരവാദികൾ തെരുവ് മുഴുവൻ കീഴടക്കി എല്ലാവരുടെയും സ്വാതന്ത്ര്യം അടിച്ചു മാറ്റുന്നത് എന്ന് മാത്രം പറയുന്നില്ല. 1972 മിടിയിട്ടുകൊണ്ട് നടന്നിരുന്ന യുവതികൾ ഉണ്ടായിരുന്ന നാടാണ് അഫ്ഗാനിസ്ഥാൻ. എന്നാൽ ഇപ്പോൾ വസ്ത്രധാരണത്തിന്റെ പേരിൽ പോലും അവർ കൊല്ലപ്പെടുന്നു, സ്കൂളുകൾ തകർക്കപ്പെടുന്നു, കുട്ടികളുടെ ജീവൻ എടുക്കുന്നു. കഴിഞ്ഞ ദിവസം വാട്സാപ്പിലൂടെ പ്രചരിച്ച ഒരു വീഡിയോ ഉണ്ട്. പ്രേക്ഷകരിൽ പലരും അത് കണ്ടു കാണുമായിരിക്കും. എന്നാൽ നിയമപരമായ പ്രശ്നങ്ങൾ കൊണ്ട് ആ വീഡിയോ കാണിക്കാൻ എനിക്ക് സാധിക്കാത്തതിൽ ഖേദിക്കുന്നു. അതിലെ ചില ദൃശ്യങ്ങൾ ഞാൻ കാണിക്കാം. ഒരു സ്ത്രീ പർദ്ദയിട്ടുകൊണ്ട് നടക്കുന്നു. ഭീകരവാദികൾ അവരെ വളഞ്ഞു പിടിക്കുന്നു. അവരുടെ കാലിന്റെ പാദം വെളിയിൽ കാണാം, അവരുടെ മുഖം വെളിയിൽ കാണാം. തല മുഴുവൻ അവർ കെട്ടിയിട്ടുണ്ട്,
കഴുത്തു മുഴുവൻ അവർ കെട്ടിയിട്ടുണ്ട്, പക്ഷേ മുഖം വെളിയിൽ കാണാം. മാത്രമല്ല അവരുടെ ഉടുപ്പ് താഴെ വരെ ഉണ്ടെങ്കിലും പാദം കാണാം. ഇതേക്കുറിച്ചാണ് ചോദ്യം, ഇതേക്കുറിച്ചാണ് ചർച്ച. വലിയ തോതിൽ ഭീകരവാദികൾ തോക്കുയർത്തിക്കൊണ്ട് അവരെ വളഞ്ഞു നിൽക്കുന്നു. അവർ കുറ്റമേറ്റു പറയുന്നു, അവരെ മുട്ടിൽ നിർത്തുന്നു. ചുറ്റിനും ചെറുപ്പക്കാർ തക്ബീർ വിളിക്കുന്നു. ഒടുവിൽ നീണ്ട ഒരു പ്രഭാഷണമാണ് സ്ത്രീകൾ എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത്, മുഖം മറയ്ക്കേണ്ടത് എന്ന്. ഒടുവിൽ അവരുടെ വിചാരണ പൂർത്തിയാകുന്നു. പരസ്യമായി മൊബൈൽ ക്യാമറകളിൽ ആളുകൾ ആ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ തലയ്ക്ക് വെടിവെച്ച് അവരെ കൊല്ലുന്നു. ഇത് പണ്ടൊന്നും നടന്നതല്ല, ഇപ്പോൾ ഈ താലിബാൻ മുന്നേറ്റ കാലത്ത് നടന്നതാണ്. എന്താണ് അവർ ചെയ്ത കുറ്റം? അവർ പർദ്ദ ധരിച്ചു, അവർ കറുത്ത വസ്ത്രം ധരിച്ചു, പക്ഷേ അവരുടെ മുഖം കണ്ടു. പുതിയ താലിബാൻ നിയമം അനുസരിച്ച് ഒരു സ്ത്രീയുടെ മുഖം പുറത്ത് കാണാൻ പാടില്ല, ഒരു സ്ത്രീയുടെയും കാൽപാദം പോലും പുറത്ത് കാണാൻ പാടില്ല. അതിനുള്ള ശിക്ഷയാണ് മരണം. ഇത് എന്തുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരൻ കാണാത്തത്? 90 കുട്ടികളെ, പെൺകുട്ടികളെ ബോംബിട്ട് സ്കൂൾ തകർത്ത് കൊന്നത് ഇവർ തന്നെയാണ്. അങ്ങനെ 12 വയസ്സ് തികയുന്ന കുരുന്നു പെൺകുട്ടികൾ, ഒരു വീഡിയോ ഇപ്പോഴും എന്നെ ഹൗണ്ട് ചെയ്യുന്നു. മാതാപിതാക്കളിൽ നിന്നും ഒരു കുഞ്ഞിനെ ഭീകരവാദികൾ പിടിച്ചു പറിച്ചു കൊണ്ടുപോകുന്ന ചിത്രം. ആ പെൺകുട്ടിയുടെ ദീന ശബ്ദം എൻ്റെ കാതുകളിൽ മുഴങ്ങുന്നു. അവരെ ഇവർ കൊണ്ടുപോകുന്നത് ഈ ഭീകരവാദികൾക്ക് കാഴ്ചവെക്കാനാണ്. അതായത് 12 വയസ്സുള്ള പെൺകുട്ടികളെ പിടിച്ചു പറിച്ചു കൊണ്ടുപോയി ലൈംഗിക അടിമകളാക്കുന്നതാണോ ഇസ്ലാമിക ലോകം? പർദ്ദ ധരിച്ചിട്ടും മുഖം മറച്ചില്ല എന്ന് പറഞ്ഞ് വെടിവെച്ചു കൊല്ലുന്നതാണോ ഇസ്ലാമിക ലോകം? ഈ ഇസ്ലാമിക ലോകമാണോ നിങ്ങൾ ചൂഷകവർഗത്തിനെതിരെയുള്ള അതിശക്തമായ വിജയം എന്ന് പറയുന്നത്? സഹതാപമുണ്ട്, സങ്കടമുണ്ട്, നിരാശയുണ്ട്. ആകെ ഒരു പ്രതീക്ഷയുള്ളത് താലിബാന്റെ മുന്നേറ്റ സമയത്ത് ഉള്ളതുപോലെ ഒരു പരസ്യമായ പിന്തുണ കേരളത്തിൽ കുറഞ്ഞു വരുന്നു എന്നതാണ്. ഇസ്ലാമിക നാമധാരികളിൽ പലരും ഇപ്പോൾ താലിബാനെ തള്ളിപ്പറയുന്നു. ആ പ്രതീക്ഷ മാത്രമാണ് ബാക്കിയുള്ളത്. പക്ഷേ ഇത്തരത്തിലുള്ള വ്യക്തികൾ ഒരു ഉളുപ്പുമില്ലാതെ താലിബാനെ ന്യായീകരിക്കുന്നു. സങ്കടകരമാണ്, ഹൃദയഭേദകമാണ്. ഈ പ്രിയ സുഹൃത്ത് ആരാണെന്ന് എനിക്കറിയില്ല. എനിക്ക് താങ്കളോട് അഭ്യർത്ഥിക്കാനുള്ളത്, താങ്കൾ ഈ നാടിനെ ഒരു വലിയ ഭാരമാണ്. ഞങ്ങൾ സമാധാന പ്രിയരാണ്. ഇവിടെ സമാധാനത്തോടെ, സ്നേഹത്തോടെ, സാഹോദര്യത്തോടെ ഞങ്ങൾ ഓരോരുത്തരുടെയും മതങ്ങളിലും അതിൻ്റെ ആചാരങ്ങളിലും വിശ്വസിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും മുസൽമാനും പള്ളിയിൽ പോകുന്നതിനും ക്ഷേത്രത്തിൽ പോകുന്നതിനും അവരുടെ ആചാരങ്ങൾ അനുഷ്ഠിച്ച് അവരുടെ വിശ്വാസം അനുസരിച്ച് മുൻപോട്ട് പോകുമ്പോഴും സാഹോദര്യത്തോടെ കഴിയാൻ ആഗ്രഹിക്കുന്ന ജനാധിപത്യവാദികളാണ്. ഇഷ്ടമുള്ളത് ഭക്ഷിക്കുക, ഇഷ്ടമുള്ളത് ധരിക്കുക, ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുക എന്നതാണ് ഞങ്ങളുടെ സങ്കല്പം. താങ്കളുടെ സങ്കല്പവും ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ ബോധവും തമ്മിൽ ചേരുകയില്ല. കാരണം താങ്കൾ ഇസ്ലാമിക ലോകം സ്വപ്നം കാണുന്നു, താങ്കൾ ചൂഷക വർഗമായി ബാക്കി എല്ലാവരെയും കരുതുന്നു, താങ്കൾ സ്ത്രീകൾ അടിമകളാണെന്നും ലൈംഗിക വേഴ്ചയ്ക്ക് വേണ്ടിയുള്ള ഉപകരണങ്ങളാണെന്നും വിശ്വസിക്കുന്നു. അത് ഞങ്ങളുടെ ഇന്ത്യയുടെ രീതിശാസ്ത്രമല്ല. അതുകൊണ്ട് അപേക്ഷിക്കുകയാണ്, താങ്കളുടെ വാക്കുകളിലെ ആശ്ചര്യം. താങ്കൾ പറയുകയാണ് എത്ര സുന്ദരമായാണ് അവർ കീഴടങ്ങിയതെന്ന്, സമാധാനം അവർ പ്രഖ്യാപിച്ചെന്ന്, രക്തച്ചൊരിച്ചിൽ അവർ ഒഴിവാക്കിയെന്ന്. തെരുവിലൂടെ നടക്കുന്ന രക്തച്ചൊരിച്ചിലും ബലാത്സംഗവും പിടിച്ചുപറിയും ഒന്നും താങ്കൾക്ക് മനസ്സിലാവില്ല. താങ്കൾ സുന്ദരമായ ആ ലോകത്തെ സ്വപ്നം കണ്ടുകൊണ്ട് ജീവിക്കുന്നു. അവിടെ ഒഴിവുകളുണ്ട്. ഇഷ്ടം പോലെ പേരെ അവർക്ക് വെടിവെക്കാനും വെടിവെച്ചു കൊല്ലാനും ആവശ്യമുണ്ട്. ഇഷ്ടം പോലെ തോക്കുകളും ലഭ്യമാണ്. അതുകൊണ്ട് ദയവായി ഈ നാട്ടിൽ നിന്നും ഒന്ന് ഒഴിഞ്ഞുപോയി തരണം. താങ്കൾ ഇന്ത്യൻ പൗരനാണ് എന്നത് ഞങ്ങൾക്ക് നാണക്കേടാണ്. താങ്കൾ ഇന്ത്യയിൽ താമസിക്കുന്നു എന്ന് പറയുന്നത് ഞങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീതി ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സ്നേഹിത, ഈ രാജ്യത്തു നിന്നും എത്രയും വേഗം അഫ്ഗാനിസ്ഥാനിലേക്ക് ഒന്ന് പോയി തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്കളുടെ ഈ വീഡിയോ കാണിച്ചാൽ അവർ വിസ തരും. വിസയുടെ ആവശ്യമൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും അഫ്ഗാനിലേക്ക് ഇപ്പോൾ കടന്നു പോകാം. അപേക്ഷിക്കുകയാണ്, എങ്ങനെയെങ്കിലും ഈ നാട്ടിൽ നിന്ന് ഒന്ന് പോയി തരണം. ആ സുന്ദര സുരഭില ലോകത്ത് താങ്കൾ ജീവിക്കുക. ഞങ്ങൾ പാവങ്ങളെ സമാധാനത്തോടെ ജീവിക്കാൻ വെറുതെ വിടുക.